എൻ്റെ ഇളയ മോൻ്റെ നെയ്മിങ് സെറമണിയുടെ ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പന്തലൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഡെക്കറേഷൻ ഞാനും അച്ഛനും കൂടി ചെയ്യാമെന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഡെക്കറേഷൻ എല്ലാം സെറ്റ് ചെയ്തത്. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ഡെക്കറേഷൻ വളരെ അങ്ങോട്ട് സിമ്പിളായിപ്പോയെന്ന് തോന്നി. പിന്നെ ഞാൻ എൻ്റെ കെട്ടിയവനോട് ചോദിച്ചു. പുള്ളി ഡബിൾ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞങ്ങോട്ട് പഠിപ്പിച്ചു. പിന്നെ രാവിലെ തന്നെ എണീറ്റ് ഞാൻ ഇന്നലെ ചെയ്ത ഡെക്കറേഷൻസ് ഒന്നോടെ ഒന്ന് നോക്കി. നമ്മൾ തന്നെ ചെയ്ത് വെച്ചൊരു സംഭവം വീണ്ടും വീണ്ടും കണ്ടതിന് തൃപ്തി അടയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണല്ലേ. കുഞ്ഞാപ്പി പിന്നെ രാവിലെ തന്നെ ഫുൾ പവറിൽ എണീറ്റിരിപ്പുണ്ടായിരുന്നു. ഇന്നത്തെ അവൻ്റെ ഫംഗ്ഷൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ കുളിച്ച് റെഡി ആയപ്പോഴേക്കും ഫംഗ്ഷൻ്റെ ടൈമായി. ഇതിൻ്റെ ഇടയിലുള്ള ഒന്നും സമയപരിമിതി പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ വേഗം ഫംഗ്ഷൻ തുടങ്ങി. എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്ന് നല്ല ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ മൂത്തയാളിന്ന് കുറച്ച് ഹൈപ്പറായിരുന്നു. അവൻ ഈ അടക്കയും അതുപോലെ ബോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണ്ടേറിയുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ചടങ്ങിന് മാറ്റി വെച്ചിരുന്ന അടക്ക രണ്ടും പറന്നുപോയി. അടക്ക രണ്ടും പെറുക്കി എറിയുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളി ആദ്യം അതൊന്ന് തട്ടി നോക്കി, പിന്നെ പോണില്ലെന്നറിഞ്ഞപ്പോൾ രണ്ടും എടുത്തങ്ങ് എറിഞ്ഞു. പിന്നെ അവൻ്റെ അച്ഛനായിട്ട് വലിയ സെറ്റാണ്. അതുകൊണ്ട് തന്നെ അച്ചാച്ചനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളി കുറച്ചും കൂടെ കലിപ്പായിരിക്കും. ഞാൻ എല്ലാ സൈഡിൽ കൂടെ കണ്ടോണ്ടിരിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണാത്ത മട്ടിൽ അങ്ങനെ അങ്ങ് ഇരുന്നു. അപ്പോഴേക്കും പേരുമണി കെട്ടുന്ന സമയമായി. പിന്നെ വേഗം അച്ഛൻ അവന് പേരുമണി കെട്ടിച്ചു. സൈഡിൽ കൂടെ ചേട്ടൻ പല അടവും അവിടെ എടുക്കണം, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അങ്ങനെ മുഹൂർത്തത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ നൂലുകെട്ട് ചടങ്ങ് അങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് അച്ചാമ്മ അവൻ അരഞ്ഞാണവും ഇടിച്ചു, അതുപോലെ മുത്തച്ഛൻ അവന് മാലയും ഇടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് സപ്പോർട്ടിങ് ആക്ട്രസ് ആയിട്ട് എൻ്റെ അമ്മ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വേറൊന്നിനല്ല കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. കരിവളകളില്ലാതെ എന്ത് പേരിടലാണല്ലേ. എല്ലാവരും കൂടി അതും അങ്ങോട്ട് ഇടിച്ചു. തളയും വളയും മാലയും എല്ലാം കൂടി ഇട്ടപ്പോൾ എൻ്റെ കുട്ടിക്ക് വേറൊരു മുഖച്ഛായ പോലെ എനിക്ക് തോന്നി. പണ്ടൊക്കെ നൂല് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ഉറക്കെ പേര് വിളിച്ചെടുക്കുന്നതായിരുന്നു പതിവ്. പക്ഷെ ഇപ്പൊ എല്ലാം മാറിയില്ലേ. നെയിം റിവീലിംഗ് സെക്ഷൻ തന്നെ വന്നു. കാലത്തിനൊത്ത് നമ്മൾ കുറച്ചെങ്കിലും മാറണ്ടേ. എന്നാ പിന്നെ ഞാനും അങ്ങ് മാറാന്ന് വെച്ചു. ചേട്ടൻ വീണ്ടും ചേട്ടന്റെ അടുത്ത അടവുമായിട്ട് എത്തി. അത് വേറെ ഒന്നുമല്ല, അച്ചാച്ചൻ എടുക്കാത്തതിന്റെ ചെറിയൊരു വിഷമം അതവൻ ആ സ്റ്റേജിൽ അങ്ങോട്ട് തീർത്തു. ബാക്കിയുള്ളത് എൻ്റെ അച്ഛനും കിട്ടി. എൻ്റെ അച്ഛൻ അവനെ മെരുക്കാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല വൃത്തിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ ആരും നെയിം റിവീൽ ചടങ്ങ് കാണാതെ പോയില്ലല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങള് അവന് നീരവ് എന്ന് പേരിട്ടു. നീരവ് ഹരിത അഭിജിത്ത്. അതിൽ ഈ ഹരിത വന്നതിന് ഒരു വലിയ കഥയുണ്ട്. അത് പക്ഷെ ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അതിന് കുറച്ചധികം സമയം വേണേ. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാന്ന് വെച്ചു. ഒട്ടുമിക്ക ആൾക്കാർക്കും ഗിഫ്റ്റ് അൺബോക്സിങ് വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലേ. ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഞാനും. കുഞ്ഞിനെ അനിയത്തി മാളുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പണി പയ്യെ അങ്ങോട്ട് തുടങ്ങി. പക്ഷാഭേദം പാടില്ലാത്തോണ്ടായിരിക്കും എല്ലാവരും 2 പേർക്കും ഗിഫ്റ്റായിട്ടാണ് വന്നത്. സമയപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് പ്രത്യേകം എല്ലാവരോടും സോറി പറയുന്നു. എന്നാലും ഇവിടെ വന്ന് ഈ സെലിബ്രേഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാതെ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കുഞ്ഞിനെ ഞങ്ങൾ നന്ദൂട്ടനാണ് വീട്ടിൽ വിളിക്കുന്നത്. നന്ദൂട്ടന് കൂടുതലും ഡ്രസ്സാണ് കിട്ടിയത്. മൂത്ത ആൾക്കും അതുപോലെ തന്നെ കിട്ടി. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗിഫ്റ്റ് ശരിക്കും പറഞ്ഞ ആര് തന്നാന്ന് എനിക്ക് ഓർമ്മയെ കിട്ടണുണ്ടായില്ല. പക്ഷെ അതിൻ്റെ പാക്കിങ്ങും എല്ലാം കണ്ടപ്പോൾ അതൊന്ന് പൊട്ടിച്ചു നോക്കാൻ ഒരു ത്വര വന്നു. അതെന്താന്നോ, അത് ദർശൂട്ടന് ഒരു അടിപൊളി ട്രെയിനായിരുന്നു.
പക്ഷെ ഇപ്പൊ കൊടുത്താൽ അവനത് പാർട്സ് ആക്കുന്നുള്ളതുകൊണ്ട് അത് മാറ്റി വെച്ച് പിന്നെ കൊടുക്കാന്ന് വെച്ചു. അതുപോലെ തന്നെ നന്ദൂട്ടിനും ഉണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് നല്ല വൃത്തിക്ക് പൊതിഞ്ഞിരിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു. അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാട് ഞാൻ പെട്ടു. അത് തുറന്നു നോക്കിയപ്പോൾ നന്ദൂട്ടിന് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബനിയനും നിക്കറും ആയിരുന്നു. പിന്നെ പോപ്പീസിന്റെ 2 അടിപൊളി ഡ്രസ് ഐറ്റംസ് ആയിരുന്നു ഞാൻ അൺബോക്സ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിക്കറും ബനിയനും ആയിരുന്നു. രണ്ടാമത്തേൽ വളരെ ക്യൂട്ടായിട്ടുള്ള മിറ്റൻസും ഷൂസും ഉടുപ്പും പിന്നെ ഒരു ക്ലോത്ത് ഡൈപ്പറും അടങ്ങിയ ഒരു ഗിഫ്റ്റ് റാപ്പായിരുന്നു. അപ്പോഴേക്കും ആള് നന്ദൂട്ടനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളോട് കുറച്ച് നേരം ചുമ്മാ വാചകം അടിച്ചിരുന്നു. അങ്ങനെ കത്തി വെച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞേയില്ല. അങ്ങനെ സമയം 9:30 കഴിഞ്ഞ് 10 മണിയിലേക്ക് കടന്നായിരുന്നു. മൂത്തയാളെ അമ്മ ഉറക്കിയതുകൊണ്ട് എൻ്റെ പകുതി ഭാരം കുറഞ്ഞു. പിന്നെ ഇളയാളെ ഞാൻ പയ്യെ ആട്ടി ഉറക്കി പയ്യെ ബെഡിൽ കിടത്തി. അതൊരു വലിയ ടാസ്ക് തന്നെ കേട്ടോ എനിക്കിപ്പോഴും. അത് കറക്റ്റ് ആ ഫോമിൽ കിടത്തിയില്ലെന്നുണ്ടെങ്കിൽ ആൾ അപ്പം തന്നെ എണീക്കും. അങ്ങനെ അവനെയും കിടത്തി പയ്യെ ഞാനും കിടക്കാം എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തി. ബാക്കിയുള്ള ഗിഫ്റ്റ് നാളെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്തായാലും കിടക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.